തണൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഇടക്കുളത്ത് പ്രവർത്തിക്കുന്ന സോങ് ഓഫ് സോൾ ഫൗണ്ടേഷന്റെ വിശേഷങ്ങളാണ്. വിവിധ ശാരീരിക മാനസിക അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന വ്യക്തികളുടെ പുനരധിവാസ കേന്ദ്രമാണ് സോങ് ഓഫ് സോൾ ഫൗണ്ടേഷൻ. പൗരോഹിത്യ വഴികളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകർക്ക് പകർന്നു നൽകിയ മാർത്തോമ സഭയിലെ പുരോഹിതനായ റവറൻറ്റ് കുര്യൻ ജോർജ് അച്ഛൻ്റെ ദർശനമാണ് സോങ് ഓഫ് സോൾ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. ബോംബെ ഡൽഹി ജനിച്ചുള്ള ആളാണ്. എനിക്ക് മലയാളം അത്രയും വലിയ പരിചയമുള്ള ആളല്ല. ഒരു പ്രാവശ്യം കുമിളിക്ക് അടുത്തുള്ള പീരുമേട് എന്നുള്ള സ്ഥലത്ത് പോയപ്പോൾ അവിടെയുള്ള സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരേക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ ഒരു ധ്യാനത്തിനുള്ള സ്ഥലം എന്നുള്ളത് മാത്രമല്ല, അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ പ്രയാസമുള്ളവർക്ക് വേണ്ടി ഒരു ആശ്വാസ മാർഗമായി തീരണമെന്നുള്ള ചിന്തയിൽ ആ ഒരേക്കർ സ്ഥലം വാങ്ങിച്ചു. അവിടെ വെച്ചാണ് ആ സ്ഥാപനത്തിനൊരു പേര് കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ മനസ്സിലൊരു ചിന്ത വന്നു. ഈ ആത്മാവിൻ ഗീതം എന്നുള്ള അർത്ഥത്തിലാണ് അത് ആരംഭിച്ചത്. ആ പേരിൽ കൂടെയാണ് ഒത്തിരിയും ആത്മീകതയെക്കുറിച്ചുള്ള ഒരു റിഫ്ലക്ഷൻ നടത്താനായിട്ട് ഇടയായത്. അന്നേരമാണ് മനസ്സിലായത് നമ്മുടെ വിശ്വാസം അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി പ്രവർത്തിക്കുന്നതാണ്. ഒരു രീതി പറഞ്ഞാൽ ദൈവം പൂർണ്ണതയിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചു. എന്നാൽ അതിൻ്റെ അകത്ത് അപൂർണതകൾ പലതുള്ളതിനെ നികത്താനും അതിനെ പൂർത്തീകരിക്കാനുമുള്ള ഒരു വലിയ ചുമതല നമുക്കുണ്ട് എന്ന് മനസ്സിലായത്. അത് ജാതി മതഭേദം എന്നുള്ളൊരു അനുഭവമാണ്. പീരുമേഡിലെ പ്രൊജക്റ്റ് അവിടെ കിടന്നു. വർഷങ്ങൾ അല്പം മുന്നോട്ട് പോയി. ഈ ധ്യാനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ, അല്ലെ ഈ റിഫ്ലക്ഷൻ, ധ്യാനം എന്നുള്ള വാക്ക് ശരിയല്ല, ഈ റിഫ്ലക്ഷൻ്റെ ഒരു അനുഭവത്തിൽ കൂടാണ് സോങ് ഓഫ് ദ സോൾ, ദേഹി അല്ലെ നെഫേഷ് എന്ന് എബ്രായ ഭാഷയിൽ പറയുന്ന അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം ക്രിസ്തീയ ജീവിതം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ സ്ഥാപനത്തിന് ആ പേര് കിട്ടിയത്. കാര്യം ഇവിടെയുള്ള ഓരോ വ്യക്തിയും, ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ വീട്ടുകാർ, ഇവിടുത്തെ കുടുംബക്കാർ, ഓരോരുത്തർക്കും ഒരു ഗീതമുണ്ട്. ആ ഗീതം പല രീതിയിലാണ് ഉച്ചരിക്കപ്പെടുന്നത്. ആ ഗീതം മനസ്സിലാക്കി അവരോട് ചേർന്ന് അവരുടെ ആ ഒരു റിതം ഓഫ് ലൈഫ്, ആ റിതം ഓഫ് ലൈഫിൽ കൂടെ കടക്കുന്നതാണ് സുവിശേഷം എന്നുള്ള ഒരു ഭാഗത്തിലെ ദർശനമാണ്. അതാണ് ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കാനുള്ള കാരണം. ഇവിടെ ദ റിതം ഓഫ് ലൈഫ് ഈസ് എക്സ്പീരിയൻസ്ഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പല പ്രയാസങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ. ഒരു കുട്ടി ഓട്ടിസമുള്ള കുട്ടിയുണ്ട്, മറ്റൊരു കുട്ടി പോളിഗൈരിയുള്ള കുട്ടിയുണ്ട്, വേറൊരു കുട്ടി അപ്പേർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, വേറെ 2 പേര് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. ഇവിടെ പ്രയാസത്തിൽ വീട്ടിൽ കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്, ഗേൾസ് ഉണ്ട്. അവിടെയൊക്കെ കുടുംബചരിത്രങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ദുഃഖങ്ങളുടെ അനുഭവമാണ്. വ്യത്യസ്ത തരം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 22-ൽ പരം വ്യക്തികൾക്കാണ് സോങ് ഓഫ് സോൾ ഫൗണ്ടേഷൻ അഭയം നൽകി പരിപാലിച്ചു വരുന്നത്. എന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അത് പബ്ലിസിറ്റി ആക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. എന്നാൽ ഇത്രയും പറയാം, ദുഃഖിതരുടെ ഒരു ആശ്രയ കേന്ദ്രമാണിത്. അവർക്ക് ദൈവം കൊടുത്തതായ ഒരു ഷെൽട്ടർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല, ഒരു കുടുംബമാണിത്. ഈ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരും, ജോലിക്കാരുൾപ്പെടെ, ഇവിടെ എല്ലാം കൂടെ ചേർന്നൊരു 25 പേരുണ്ട്. കൂടാതെ ജോലിക്കാരൊരു 16 പേരുണ്ട്. എല്ലാവർക്കും ജീവിതത്തിലെ ഒരു സങ്കേത കേന്ദ്രമാണിത്. ഞാൻ ഉൾപ്പെടെ, ഞങ്ങൾ ജോലിക്കാരല്ല, ഞാനിവിടുത്തെ ഡയറക്ടറാണ്. അനിൽ ചെറിയാൻ വേറൊരു ഡയറക്ടറുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഇന്നലെ ദുബൈക്ക് പോയി. ബിജു അച്ഛൻ, AS ബിജു അച്ഛൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അച്ഛനാണ് 24-ൽ 20 മണിക്കൂറും മിക്കവാറും ഇവിടെ കാണും, അല്ലെങ്കിൽ ഫുൾ ഡേ ഇവിടെ കാണും. അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും അച്ഛനാണ് നടത്തുന്നത്. ഞാൻ എൻ്റെ ഗൈഡൻസ് ഒക്കെ കൊടുക്കും. ഇവിടെ വരും. സാധാരണ രീതി ഒരു 11 മണിയായി വന്നാൽ ഞാൻ ഒരു 6-7 ആകുമ്പോൾ തിരിച്ചു പോകും. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഇവിടെ പല അപ്രോച്ചസ് ഉണ്ട്. സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഉണ്ട്, സൈക്കോ സോഷ്യൽ അപ്രോച്ചസ് ഉണ്ട്. അങ്ങനെ തെറാപ്പി, അതെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നടത്തുന്നതെന്നുള്ള വ്യത്യാസം.
വെറും സൈക്കോളജി അല്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, എന്താണ് ആവശ്യം, അത് മനസ്സിലാക്കി അതിനെ റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്യും. ചുമ്മാ ഉള്ള കാര്യമല്ല, ഒരു റിസർച്ച് ബേസ്ഡ് അപ്രോച്ചാണ് ഇവിടെ ഉള്ളത്. അത് ന്യൂറോളജിക്കൽ റിസർച്ച് ഉണ്ട്, സൈക്കോ സോഷ്യൽ റിസർച്ച് ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യും. ഇവിടെ വരുന്ന പിന്നെ കൗൺസിലിങ്ങിന് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരും, പല രീതിയിലുള്ള പ്രയാസങ്ങളുള്ള ആൾക്കാർ വരും. പ്രത്യേകിച്ചും മാനസിക പ്രയാസങ്ങളുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആൾക്കാരും വരും. അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബൈപോലാരിറ്റി എന്നുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ മാനസിക രോഗങ്ങളിൽ. ബൈപോലാരിറ്റി ഉള്ള ആൾക്കാർ വരുമ്പം പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവർ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് അനുഭവിച്ച ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഗവേഷണം നടത്തി അതിനൊരു തെറാപ്യൂട്ടിക് മോഡൽസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ മീനിങ് നടക്കുന്നുണ്ട്. ബൈപോലാരിറ്റി എന്ന് പറയാൻ എളുപ്പമാണ്, ട്രീറ്റ് ചെയ്യാനായിട്ട് മാനസിക രോഗത്തിനുള്ള ചികിത്സകളും മരുന്നുകളും ഉണ്ട്. എന്നാൽ അതിനുപരിയായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചസ് ഉണ്ട്, സൈക്കോ സ്പിരിച്വൽ എന്നുള്ള വേണമെങ്കിൽ പറയാം. എനിക്കതൊക്കെ ഇങ്ങനെ ടേംസ് ഉപയോഗിക്കുന്നത് ശരിയല്ല, എല്ലാം സ്പിരിച്വലാണ്. നമ്മൾ സൈക്കോളജിക്കലായിട്ട് ചെയ്താലും അത് സ്പിരിച്വലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അപ്രോച്ചസൊക്കെ ഉപയോഗിച്ച് അവരെ ട്രീറ്റ് ചെയ്ത് അവരുടെ ജീവിതം ഭേദമാക്കും. ചില സ്ഥലങ്ങളിൽ ബിഹേവിയറൽ അപ്രോച്ചസ് വേണം. ഞാൻ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാരെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെയൊക്കെ എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം അതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈക്കോമെട്രിക്സ് എന്ന് പറയും, അതായത് ടെസ്റ്റിംഗ്. ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് അവിടെ മാനസിക നില കണ്ടുപിടിക്കുക, രോഗം കണ്ടുപിടിക്കുക, അതിൻ്റെ അകത്തുള്ള ഡെഫിസിറ്റ്സ് കണ്ടുപിടിക്കുക. അതൊക്കെ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ബുക്കിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്നത്. ഏകദേശം 30 ആൾക്കാരെ വഴിയിൽ നിന്ന് കണ്ടുപിടിച്ച് മാനസിക പ്രയാസമുള്ളവരെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, പല സ്ഥലങ്ങളിൽ, ഉത്തർപ്രദേശ്, അവിടെ വീടുകളിൽ എത്തിച്ചതായ കഥകളാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന ബുക്ക്. അതിൻ്റെ അകത്ത് മാനസിക രോഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സഭയുടെ പ്രത്യാശവൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ ഡയറക്ടറാണ്. അവിടെ വെച്ച് ചെയ്ത കാര്യങ്ങളും ആ ബുക്കിൻ്റെ അകത്ത് കൂടുതലും ഉണ്ട്. റവറൻറ്റ് കുര്യൻ ജോർജ്, അനിൽ ചെറിയാൻ എന്നിവർ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായും റവറൻറ്റ് ബിജു എസ് ഈ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും പ്രവർത്തിച്ചു വരുന്നു. ഈ സ്ഥാപനം ആരംഭിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ആവശ്യങ്ങളും വിഷനും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന റവറൻറ്റ് കുര്യൻ ജോർജ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ ദർശനമാണ് ഈ സ്ഥാപനം തുടങ്ങാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിയത്. ഈ സോങ് ഓഫ് ദി സോളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് റവറൻറ്റ് കുര്യൻ ജോർജ് അച്ഛനും അതുപോലെ അനിൽ ചെറിയാനും. അവർ രണ്ടുപേരുമാണ് ഡയറക്ടർ. അവരുടെ പ്രവർത്തനങ്ങൾ, എൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഒരു ദിശയിലായിരുന്നു. ഞങ്ങൾ വ്യത്യസ്ത സഭയിലുള്ള ആളുകളാണ്, പക്ഷെങ്കിൽ ഞങ്ങളുടെ സുവിശേഷ ദർശനമെല്ലാം ഒന്ന് തന്നെയായിരുന്നു. കുര്യൻ ജോർജിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുള്ള മനോഭാവം, സുവിശേഷത്തിൻ്റെ യഥാർത്ഥ ദർശനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരനുഭവം. വളരെ വർഷങ്ങൾ ബോംബെയിൽ അദ്ദേഹം റെഡ് സ്ട്രീറ്റ് സെൻട്രലുകളിൽ അവിടെയുള്ള തെരുവുകളിലുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവിടുത്തെ അനാഥരായിരിക്കുന്ന കുട്ടികളെ പുനരധിവസിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഒത്തിരി മെച്ചപ്പെട്ട അനുഭവങ്ങൾ കാണാനും എനിക്കും സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു സ്വന്തം ആവശ്യം എന്ന നിലയ്ക്കോ അല്ലെ സ്വന്തം ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കോ ആയിരുന്നില്ല അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ. ദൈവം എവിടെയാണ് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് കണ്ടെത്തി വളർത്താൻ ആഗ്രഹിക്കുന്നത്, അവിടേക്ക് മാത്രമായിരുന്നു അച്ഛൻ്റെ ഇടപെടലുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
അച്ഛൻ്റെ പ്രവർത്തനങ്ങളും അനിൽ ചെറിയാൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹവും ഇതേ നിലയിൽ പാവപ്പെട്ട ആളുകളെ, അതായത് ഏതൊരു സംഘടനകളും കേന്ദ്രീകരിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ആ കേന്ദ്രീകരണത്തിൻ്റെ അകത്ത് അടയാളപ്പെടാതെ പോകുന്ന ജീവിതങ്ങളുണ്ട്, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവർ. അപ്പോൾ അവരെ കണ്ടെത്തുന്നതിലും കുര്യൻ ജോർജ് അച്ഛൻ്റെയും അനിൽ ചെറിയാൻ്റെയും പ്രവർത്തനങ്ങൾ അവിടേക്ക് എത്തിച്ചേരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആതുര സേവനം, പരിരക്ഷ, അവർക്ക് ആവശ്യമായിരിക്കുന്ന സംരക്ഷണ, അത് സ്ത്രീ പുരുഷ കുട്ടികൾ ഭേദമന്യേ എത്തിച്ചു കൊടുക്കുന്നതിൽ അവരുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു എളിയ പ്രവർത്തനം പാലിയേറ്റ് കെയർ എന്ന രീതിയിൽ ഞാനും ചെയ്തു വരുന്ന ഒരു ചുറ്റുപാട് എനിക്കുമുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഞങ്ങൾ 2024 ഒന്നിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അത് അനിൽ ചെറിയാനെന്ന് പറയുന്നത് ഞാനും വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്, ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കാർഷിക വൃത്തിയൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ കുര്യൻ ജോർജ് അച്ഛനെ പറ്റി എന്നോട് പറയും, എനിക്ക് അച്ഛനെ കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്, അച്ഛൻ്റെ ഒരു ക്ലാസ്സിന് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ടായി. അത് മനസ്സിലാക്കിയ അനിൽ ചെറിയാൻ അച്ഛനെ പരിചയപ്പെടുത്തുകയും അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി നമുക്ക് ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് മുന്നോട്ടിറങ്ങണം എന്നുള്ള ഒരു ആലോചനയിലെത്തുകയും അങ്ങനെ ഒന്നിച്ചുള്ളൊരു പ്രവർത്തനം തുടങ്ങി. ഈ സ്ഥാപനം തുടങ്ങുവാനുള്ള അടിത്തറയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥാപനം തുടങ്ങുവാൻ ഇത് റെൻറ്റിനായിട്ടെടുത്തു, ഇത് റിനോവേറ്റ് ചെയ്തു. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ സമീപവാസിയായിരിക്കുന്ന റോബി അച്ഛനും അതുപോലെ അച്ഛൻ്റെ ഫാദറും ഒക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നു. വലിയൊരു സപ്പോർട്ട് നമുക്കിവിടെ ഉണ്ടായി. പിന്നെ തുടർന്ന് ബ്ലസനെ പോലെയുള്ള ഓട്ടിസ്റ്റുകളും റിട്ടാർഡേഷനും ബാധിച്ച കുട്ടികളല്ല, ഞങ്ങൾ പക്ഷേ കുട്ടികളെന്നാണ് അവരെ പറയുന്നത്, അങ്ങനെയുള്ള ഒരു 2-3 പേര് വന്നു. അവരുടെ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഒന്നും അവർക്ക് ചെയ്യാനറിയില്ല, ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ല, പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ല, ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോയാൽ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്താൽ അവർ ഇരിക്കുന്നിടത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ ഉള്ളത്. ഇപ്പോഴും അവരിവിടെ ഉണ്ട്. എന്നാൽ അവർക്ക് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ അടുത്ത ആളുമായിട്ട് സംവാദം ചെയ്യുന്നതിനോ ആശയവിനിമയം ചെയ്യുന്നതിനോ ഒന്നും കഴിയാതെ പോയിട്ടുള്ള ബൗദ്ധികമായി കുറവുള്ളവരായിരുന്നു. അപ്പോൾ അവരെ ആ തെറാപ്പിയിലൂടെ കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനും കുറച്ച് കാര്യങ്ങളെങ്ങനെ ചെയ്യാൻ ഈ 1.5 വർഷം കൊണ്ട് നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്തവർ സ്വയം ഉണ്ടായിരുന്നു, അവർ സ്വയം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ വരിക, പോവുക, ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡ്രസ്സ് ഊരുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടായിരുന്നു. അതൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. അച്ഛൻ ഞങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ ഇവിടുത്തെ സ്റ്റാഫിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും തരുന്നുണ്ടായിരുന്നു. അത് വളരെയധികം അനുഗ്രഹമായിട്ട് നമുക്ക് മാറി ഇവരൊക്കെ കൈകാര്യം ചെയ്യാൻ. സോങ് ഓഫ് ദ സോൾ എന്ന ഈ സ്ഥാപനത്തിൻ്റെ ടീച്ചറാണ് ഞാൻ. മാനസികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, മാനസിക വൈകല്യമുള്ളവർ, അങ്ങനെയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഈ കുഞ്ഞുങ്ങൾ, നിരാലംബരും ആശങ്കരുമായിട്ടുള്ള കുട്ടികളെ ഒന്ന് കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലെ പഠിപ്പിക്കുന്ന പെൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികൾ അതുപോലെ തന്നെ ആൺകുട്ടികളുമായിട്ടുണ്ട്. അവരെ പഠിപ്പിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അവരുടെ ലെവലനുസരിച്ച് പഠിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. മാനസിക വെല്ലുവിളികൾ നേരിട്ട് ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരുവിൽ കഴിഞ്ഞവരുടെ പുനരധിവാസത്തിൻ്റെ കഥകൾ പറയുന്ന ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന പുസ്തകത്തിലൂടെ അനേകർക്ക് സുപരിചിതനായ ഗ്രന്ഥകാരനും കവിയുമായ റവറൻഡ് കുര്യൻ ജോർജ് അച്ഛൻ്റെ ദർശനപ്രകാരം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കായി ആരംഭം കുറിച്ച സോങ് ഓഫ് സോൾ ഫൗണ്ടേഷൻ
റാന്നി എടക്കുളം കേന്ദ്രമാക്കി സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തു സ്നേഹത്തിൽ പ്രവർത്തനം തുടരുകയാണ്. ഇപ്പം അങ്ങനെ ചെയ്യാനുള്ള സാമ്പത്തിക നില ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യാതെ, വഴി കാണുമ്പോൾ ഒക്കെ ദുഃഖം വരും. ഈ ആൾക്കാരെ വീട്ടിലെത്തിക്കേണ്ടതാണല്ലോ, ചികിത്സ കൊടുക്കേണ്ടതാണല്ലോ. എന്നാൽ അതൊക്കെ ഇനിയും ഭാവിയിൽ നടക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്നുള്ളൊരു ധാരണ. ഈ സോങ് ഓഫ് ദ സോൾ, ദേഹിയുടെ അല്ലെ ആത്മാവിൻ്റെ ഗീതമാണ് നമ്മുടെ സുവിശേഷ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിലൊക്കെ ഒത്തിരിയും നമ്മൾ കരുണയുള്ളവരും താഴ്മയുള്ളവരും വിനയമുള്ളവരും മറ്റുള്ളവരെ കരുതുന്നവരും ആയിരിക്കണം. അതിനുള്ള ധൈര്യവും കാണിക്കണം. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു ശരിയായ ഒരു അടയാളമാണ്. അടയാളങ്ങളുടെ ഭാഗമാണ് നമ്മൾ മരണത്തോളം ദൈവവിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. അതായത് ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ റിട്ടയർമെൻ്റ് ഇല്ല. ജീവനുള്ളിടത്തോളം സുവിശേഷത്തിൻ്റെ പ്രക്ഷോഭകരായിരിക്കണം നമ്മൾ. അതിൽ മാറ്റം വരുത്തുന്നത് ഒരു അപാകതയാണ്. ജോലിയിൽ നിന്ന് വിരമിക്കാം. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. മാത്രമല്ല ഞാൻ ബൈ ട്രെയിനിങ് ഐ എം ആൻ അക്കൗണ്ടൻറ്റ്. ഞാൻ CA ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. ജോലിയിൽ നിന്ന് വിരമിക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എങ്ങനെയാണ് വിരമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കർത്താവ് ഗെത്സമനിയിൽ നിന്ന് ഓടിപ്പോകേണ്ടിയായിരുന്നു. ഓടിപ്പോയില്ലല്ലോ, അവിടെ നിന്നല്ലോ. അവിടെ തന്നെ നിന്നില്ലേ? കാര്യം അടുത്തത് കുരിശാന്നറിയാം. സോങ് ഓഫ് ദ സോളിൽ ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് നമുക്ക് 22ഓളം ആളുകൾ ഇവിടെ ഇൻമേറ്റ്സ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ അന്തേവാസികളെന്ന് പറയാറില്ല, ഇൻമേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതൊരു അച്ഛൻ ഓർപ്പിച്ച് കാണും, ഇതൊരു വീടിൻ്റെ അന്തരീക്ഷമാണ്. ഇവിടെ നമുക്ക് അമ്മമാരായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ 8ഓളം പേരെ നമ്മളവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പകലൊരു നേഴ്സുണ്ട്, വൈകിട്ട് ഒരു നേഴ്സുണ്ട്. പിന്നെ അവിടെ തന്നെ അവർക്ക് വോളണ്ടിയർമാർ ഹെൽപ്പിനായിട്ടുണ്ട്. ഇനി കൂടുതൽ ആളുകളെ വേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യം ഇവിടെ ആക്കിയിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 16ഓളം സ്റ്റാഫ് ഇവിടെയുണ്ട്. ഇവരെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ആളുകളുടെ എല്ലാം ഇവിടെ ജീറിയാട്രിക് അവസ്ഥയിലുള്ള പേഷ്യൻ്റുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത ബെഡ് പേഷ്യൻ്റുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയറിങ് കൊടുക്കുക എന്ന് പറയുന്നത് മരണം വരെ എങ്ങനെയെങ്കിലും നോക്കുക എന്നുള്ളതല്ല. പകരം എന്തെങ്കിലും ഒരു ഗ്രോത്ത്, വളർച്ച അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനു വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, ഒരു ക്വാളിറ്റി ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വാളിറ്റി ലൈഫിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടുക്കാൻ കൊടുത്തു, നോക്കിയാലായി നോക്കിയില്ലേലായി, കുളിച്ചോ നനച്ചോ എന്നുള്ള തിരക്കിയാലായി തിരക്കിയാൽ, അതല്ല ഇവിടെ. ഇവിടെ കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിബന്ധനകളുമുണ്ട്. അതായത് രാവിലെ കൃത്യമായിട്ട് തന്നെ 7 മണിക്ക് തന്നെ ഫുഡ് കൊടുത്തിരിക്കും. അതിന് ചായ അവരുടെ ബെഡിൽ കൊണ്ട് കൊടുക്കും. 8:30 മണിക്ക് കേരള ഫുഡ് മാറി മാറി എല്ലാ ഫുഡും അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ 11 മണിക്ക് അവർക്ക് എല്ലാ ഫ്രൂട്ട്സും മാറി മാറി ഓരോ ദിവസവും നമ്മൾ കൊടുക്കും. അതുപോലെ അവരുടെ ഉച്ചഭക്ഷണം അത് ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ കൂട്ടി നമ്മൾ കൊടുക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ പാർക്കുന്ന ആളുകൾ അച്ഛനോടും അമ്മയോടും പറയുക, അല്ലെ മക്കളോട് പറയാം, മോനെ എനിക്കിത് വേണം, അല്ലെ അമ്മ എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അത് നിർവഹിക്കുന്ന ഒരിടമാണ് സോങ് ഓഫ് ദ സോൾ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ 16ഓളം സ്റ്റാഫിനെ നിർത്തിയെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്, ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല രീതിയിൽ നിങ്ങൾ വരണം. അല്ല ഇവിടെ മോശം ആളുകളെ അല്ല നോക്കുന്നത്. കാരണം അവിടെ കിടക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം ഒരു ഡ്രസ്സേ ഇടിയിപ്പിക്കുകയുള്ളൂ. അത് ഇന്ന് വൈകിട്ട് തന്നെ കുളിച്ച് കഴിയുമ്പോൾ അത് മാറും, പിറ്റേ ദിവസം വേറെയാണ്. 2 ദിവസത്തിനുള്ളിൽ ബെഡിൽ ഷീറ്റ് ഇടാറില്ല. അതുപോലെ തന്നെ ഒരല്പം പോലും കിടക്കുന്നിടത്തൊരു സ്മെല്ലുണ്ടാവാൻ പാടില്ല. ഭക്ഷണം വാരി കൊടുക്കേണ്ടത് സ്നേഹത്തോടെ വാത്സല്യത്തോടെ വാരി കൊടുക്കുന്ന വോളണ്ടിയേഴ്സും സ്റ്റാഫുമാണ് ഇവിടെ ഉള്ളത്. ഇല്ലേ ഞങ്ങൾ വാരി കൊടുക്കും. അപ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, മക്കളിൽ നിന്ന്, അല്ലെ പേരക്കുട്ടിയിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള വാത്സല്യ സ്നേഹ ആദരവുകൾ, സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട ആദരവുകൾ, അംഗീകാരം, അതെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അതങ്ങനെ തന്നെ വേണം എന്ന് ഞങ്ങളെ നിർബന്ധിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് കുര്യൻ ജോർജ് അച്ഛൻ. പ്രഭാതം മുതൽ 5:30 പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കും. എല്ലാവരും വരില്ല, കുറച്ചാളുകൾ വരും. പിന്നെ ചായ, അത് കഴിഞ്ഞാൽ ക്ലീനിങ് പ്രോഗ്രാമാണ്.
ഈ ഇൻമേറ്റ്സ് ആരും തന്നെ ഇവിടെ യാതൊരു ക്ലീനിങ്ങിനും ഏർപ്പെടാറില്ല. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ 2 പേരെ ക്ലീനിങ്ങിന് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വസ്ത്രം അലക്കി കൊടുക്കുകയാണ്. ആ വസ്ത്രം എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെള്ളത്തേക്ക് അലക്കിയിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല. അത് ഹൈജീനിക്കായിട്ട് കൃത്യമായി അതിന് ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകി, അതിന് ശേഷം അതിന് ലിക്വിഡ് ലോഷൻ ഒഴിച്ച് കഴുകി, പിന്നെ അതിൻ്റെ സ്മെല്ലിന് വേണ്ടുന്ന വില കൂടിയ കംഫർട്ട് വാങ്ങിച്ച് ഒഴിച്ച് അവരുടുക്കുമ്പോൾ ഞങ്ങൾ ഉടുക്കുന്ന ഡ്രസ്സ് അത് മടക്കി വെച്ച് നല്ല സ്മെല്ലോട് കൂടിയ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെയുള്ള ആളുകളെ ഒരു ക്വാളിറ്റി ലൈഫ്, അവർ മരിക്കുന്ന സമയത്ത് മരിക്കട്ടെ, പക്ഷെങ്കിൽ ആ ജീവിക്കുന്നിടത്തോളം കാലം അവർക്ക് കിട്ടേണ്ടതായ യഥാർത്ഥമായ അംഗീകാരം, സ്നേഹം, വാത്സല്യം, കരുതൽ അത് ഭക്ഷണത്തിലൂടെയും വസ്ത്രത്തിലൂടെയും ഇടപെടലിലൂടെയും ഒക്കെ അവർക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് സോങ് ഓഫ് ദ സോള് ചെയ്തു വരുന്നത്. ഇവിടെ തെറാപ്പി നടക്കുന്നുണ്ട്. അത് അച്ഛൻ്റെ നേതൃത്വത്തിൽ പല വിധത്തിലാണ് നടക്കുന്നത്. അതിനുള്ള സംവിധാനം നമ്മളിവിടെ ഫ്രണ്ടിലൊരു ഹാൾ എടുത്തിട്ടുണ്ട്. ആ ഹാള് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. മാത്രവുമല്ല, അമ്മമാരെ രാവിലെ ഭക്ഷണത്തിൻ്റെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വോളണ്ടിയേഴ്സ് അവിടെ ചെന്ന് അവർക്ക് ആവശ്യമായിട്ട് നടത്തേണ്ടതായിട്ടുള്ള അവരെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ എക്സസൈസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇവിടെ വെളിയിൽ നിന്നുള്ള ആളുകളെ കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളൂടെ ഉണ്ട് നമുക്ക്. ഇപ്പോൾ ഒരാൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങളവിടെ ചെല്ലും, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഇതിനടുത്ത് മരത്തേന്ന് വീണ് കിടക്കാനെ കൊണ്ട് ബെഡില്ലാതെ ദേഹത്തെല്ലാം മുറിവോടുകൂടി കിടന്ന ഒരാളുണ്ട്. ആ ആളിന് പത്രം അടുക്കി വെച്ച് അതിലാണ് കിടക്കുന്നത്. ആ ആളിനെ ചെന്ന് കാണുക, അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ SOSന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അനേകർക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിനടുത്ത് തന്നെ TB ബാധിച്ച് ആൾ മരിച്ചു പോകും എന്നെല്ലാവരും ചിന്തിച്ചു പോയ ആളാണ്. ആ ആളിനെ നോക്കാനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഭയമുണ്ട്. പക്ഷേ സോങ് ഓഫ് ദ സോൾ അത് ഏറ്റെടുത്ത് ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നും അദ്ദേഹത്തെ ക്ലീൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് കൃത്യമായി ചെയ്തു കൊടുത്തു. ദൈവം അദ്ദേഹത്തോട് കരുണ കാണിച്ചു. ഇന്ന് ആരോഗ്യത്തോടു കൂടി അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ ബലഹീനതകൾ ഉള്ളവരെ നമ്മൾ എടുത്തിട്ട് അവരെ മരണം വരെ നോക്കുക എന്നുള്ളതല്ല, അവരെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൂടാതെ സോങ് ഓഫ് ദ സോളിൽ ബഹുമാന്യനായിരിക്കുന്ന കുര്യനച്ഛൻ്റെ നേതൃത്വത്തിൽ SRCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അത് ഒരു കോഴ്സാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സ് സെൻറ്ററിൻ്റെ കോഴ്സുകൾ കൂടി നടത്താനുള്ള അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കോർ കമ്മിറ്റി തന്നെയുണ്ട് ഇതിന്. അതിലേറ്റവും ഞങ്ങളുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലേറ്റവും മുൻപിൽ നിൽക്കുന്ന ആളുകളാണ് പ്രിയപ്പെട്ട രാജൻ സാറും അതുപോലെ തന്നെ മിസ് ചേച്ചിയും. അവർ രണ്ടുപേരും അവർ താമസിക്കുന്നത് തീയാടിയാണ്. ആ തീയാടിക്കൽ ആ സ്ഥലത്ത് രാത്രിയെന്നും പകലെന്നുമില്ലാതെ മനുഷ്യരുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മർത്തോമ സഭയിലെ ധീരരായിട്ടുള്ള 2 വിശ്വാസികളാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബാബു ചാലാപ്പള്ളി, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്, അതിൻ്റെ ഒഫീഷ്യൽ നെയിം മറ്റൊന്നാണ്. അദ്ദേഹം തോമസ് എബ്രഹാം, അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല പ്രവർത്തകനാണ്. അപ്പോൾ അവരുടെയൊക്കെ വലിയൊരു സമർപ്പണമായിട്ടുള്ള ഒരു സഹകരണം ഈ സ്ഥാപനത്തിന് വലിയൊരു കൈത്താങ്ങലാണ്. അതുപോലെ ഒട്ടനവധി ആളുകൾ, വൈദികർ, അൽമായന്മാർ, ഇനി മറ്റ് സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സോഷ്യൽ ഇടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന മറ്റ് സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ
അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം വലിയ ഒരു കൈത്താങ്ങൽ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അതുപോലെ തന്നെ തിരുമേനിമാർ, അത് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവരാണ് ഇവിടെ വന്ന് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ കുര്യൻ ജോർജ് അച്ഛൻ്റെ ബന്ധങ്ങളിൽ വരുന്ന, സ്നേഹബന്ധങ്ങളിൽ വരുന്ന, സൗഹൃദ ബന്ധങ്ങളിൽ വരുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അത് വിദേശത്തുള്ളവരുണ്ട്, സ്വദേശത്തുള്ളവരുമുണ്ട്. അവരൊക്കെ ഒരുപക്ഷെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടാവും. അവരൊക്കെ ഇതിന് വലിയ കൈത്താങ്ങലാണ് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമുക്ക് സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് നമ്മളിവിടെ വന്ന് കാണുമ്പോഴാണ്. വീടുകളിൽ തള്ളപ്പെട്ടു പോയവരായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ആരെയും അറിയുന്നില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഒരു ശമറിയാക്കാരനെ പോലെ കർത്താവ് നമ്മളെ നയിക്കുമ്പോൾ അവരെ കണ്ടെത്തി അവർക്ക് ഒരു നല്ല ജീവിതം കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഈ സോങ് ഓഫ് ദ സോളിൻ്റെ ബാനറിൽ, പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു നിൽക്കാനെ കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. റാന്നി ഇടക്കുളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന സോങ് ഓഫ് സോൾ ഫൗണ്ടേഷൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.